ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, നമ്മുടെ 90s കിഡ്സ് എല്ലാം മിസ്സിങ് ആണ്. അതായത് എവിടെയാണെന്ന് പോലും ഒരു പിടുത്തവും ഇല്ല. ഇൻസ്റ്റഗ്രാമിലെ റീൽസ് എടുത്ത് നോക്കിയാലോ, യൂട്യൂബിലെ ഷോർട്സ് എടുത്ത് നോക്കിയാലോ, സോഷ്യൽ മീഡിയ ഫുള്ള് കാണുന്നത് നമ്മുടെ 2K കിഡ്സും അല്ലെങ്കിൽ അവരുടെ ന്യൂ ജനറേഷൻ കാര്യങ്ങളും മാത്രമാണ്. അതായത് നമ്മുടെ ഈ 90s കിഡ്സ് ഒക്കെ എവിടെ പോയി, അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പിടിയുണ്ടോ? ഇത് നൊസ്റ്റാൾജിയ ഒന്നും അല്ല കേട്ടോ, ശരിക്കുമുള്ള സത്യമാണ്. കാരണം 90s കിഡ്സിന് ഇപ്പോൾ എങ്ങും കാണാനില്ല. ഫുള്ള് കാണുന്നത് ഈ 2K കിഡ്സും അവരുടെ ഓരോരോ പരിപാടികളുമാണ്. നിങ്ങളൊരു 90s കിഡാണോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എന്താണെങ്കിലും കോറിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങൾ ഇനി 2K കിഡാണോ, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 90s കിഡ് എത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ടെന്നും അല്ലെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നതെന്നും. നമ്മുടെ ജനറേഷൻ ശരിക്കും പറഞ്ഞാൽ രണ്ട് ലോകവും കണ്ടു തന്നെയാണ് വളർന്നത്. നമ്മൾ ഓഫ്ലൈൻ വേൾഡിലാണ് ജീവിച്ചത്. പക്ഷേ എന്നാൽ കൂടെ ഉണ്ടല്ലോ, നമ്മൾ വളർന്നു വന്നത് ഓൺലൈൻ വേൾഡിൽ കൂടെയാണ്. പണ്ടത്തെ പിള്ളേരുടെ കയ്യിലൊന്നും സ്മാർട്ട് ഫോൺ പോലും ഇല്ലായിരുന്നു. അതായത് 90s, അതായത് നമ്മൾ ജനിച്ച് വളർന്ന ആ ഒരു സമയത്ത്. പക്ഷേ ഇപ്പം അങ്ങനെയാണോ? അല്ല. പക്ഷെ നമുക്കുണ്ടായിരുന്ന എന്തുണ്ട്? ചൈൽഡ്ഹുഡ്. നമ്മുടെ കുട്ടിക്കാലവും എത്ര സൂപ്പറായിരുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ 2K കിഡിന് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കേരളത്തിലെ സ്കൂൾ വിട്ടിട്ടുള്ള വരവ് തന്നെയാണ്. ആ ബാഗ് ഇങ്ങോട്ട് കട്ടിലോട്ട് വലിച്ചെറിഞ്ഞിട്ട് നേരെ പുറത്തോട്ടൊരു പോക്ക്. ഒന്നെങ്കിൽ ഗോളി, അല്ലെങ്കിൽ സാറ്റ്, അല്ലെങ്കിൽ കള്ളനും പോലീസ്, ക്രിക്കറ്റ്, ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ തന്നെ പന്തൊക്കെ മറ്റേ പേപ്പർ ഉരുട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ റബ്ബർ ബോളൊക്കെ വെച്ചിട്ടുള്ള കളികൾ തന്നെയായിരിക്കും. എന്നാൽ ഇതിന് അങ്ങനെ നമ്മൾ വീടിൻ്റെ അകത്ത് ഒരിക്കലും സ്റ്റക്കായി നിൽക്കാറില്ല. എല്ലാവരും വരുന്നതേ പുറത്തോട്ടിറങ്ങി ഈ കളികൾ മാത്രമാണ്. ഇതിനൊരു അവസാനം ഉണ്ടാകുന്നത് എപ്പോഴാണ്? വീട്ടിൽ നിന്ന് ഒരു 7 മണിയാകുമ്പോഴത്തേനും അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ ഒരു അറിയിപ്പ് കാണും, സന്ധ്യയായി വീട്ടിൽ കയറ്, അല്ലെങ്കിൽ നാളെ സ്കൂളുണ്ട്. ആ ഒച്ച കേൾക്കുമ്പോഴല്ലാതെ ഒരൊറ്റ മനുഷ്യൻ പോലും കളി നിർത്തി ഒരിക്കലും പറമ്പിൽ നിന്ന് അകത്തോട്ട് കയറി പോകത്തേ ഇല്ലായിരുന്നു. അതിനേക്കാളും വലിയ കൊച്ചു സന്തോഷങ്ങളായിരുന്നു. 1 രൂപയുടെ ഐസ് ക്യാൻഡി, പിന്നെ 50 പൈസയുടെ സിപ്പപ്പ്, പിന്നെ പത്രപ്പേപ്പർ കൊണ്ട് മറ്റേ കോൺ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫുള്ള് കടലമുട്ടായി. ഇതെല്ലാം പോട്ടെ, നല്ലൊരു പെട്ടിക്കടയിൽ പോയിട്ട് നല്ല നിരന്നിരിക്കുന്ന സോഡാ കുപ്പിക്കകത്തുനിന്ന് നല്ലൊരു ജീരക സോഡ, അതോ ആ ചേട്ടൻ മറ്റേ ചിക്ന്നുള്ള ഒച്ചയൊക്കെ കേൾപ്പിച്ചുകൊണ്ട് അതങ്ങ് പൊട്ടിച്ചിങ്ങ് തരുമ്പോൾ ഒരു 5-6 കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് ഷെയർ ചെയ്തൊക്കെ കഴിക്കുക. അതൊക്കെയുള്ള വൈബ് എന്ന് പറഞ്ഞാൽ വൈബ്. TV ആയിരുന്നു മറ്റൊരു താരം. ഏഷ്യാനെറ്റിലെ മറ്റേ 5 മണിക്കത്തെ കാർട്ടൂണൊക്കെ ഉണ്ടല്ലോ, ഡക്ടൈൽസ്, ശക്തിമാൻ. പിന്നെ അല്ലെങ്കിൽ ഞായറാഴ്ച ആവാൻ വേണ്ടി നോക്കിയിരിക്കും. കാരണം ഞായറാഴ്ച 7 മണിക്ക് ദൂരദർശനിലോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലോ ഏതെങ്കിലുമൊക്കെ പടങ്ങൾ വരും. ആ പടം കാണാൻ വേണ്ടിയിട്ട് വീട്ടുകാരെല്ലാം കൂടെ കുളിച്ച് 7 മണിയാകുമ്പോഴത്തേനെ റെഡി ആയിട്ടങ്ങ് ഇരിക്കും. അതൊക്കെ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൈസ്, എനിക്കൊന്നേ പറയാനുള്ളൂ, വലിയ നഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഈ യൂട്യൂബോ നെറ്റ്ഫ്ലിക്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇന്ന് ഇപ്പോൾ ഒരു ഞായറാഴ്ച കാണുന്ന പരിപാടി പിന്നെ കാണണമെങ്കിൽ നമ്മൾ ആ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കണമായിരുന്നു. എന്നാലേ അതിൻ്റെ ബാക്കി കാണാൻ പറ്റുള്ളായിരുന്നു. അത്രയ്ക്ക് എക്സൈറ്റ്മെൻറ്റോട് കൂടിയായിരുന്നു 90s കിഡ്സ് വളർന്നു വന്നത്. ആഘോഷങ്ങളെപ്പറ്റി പിന്നെ പറയേ വേണ്ട. ഓണത്തിന് ഇന്ന് ഇപ്പോൾ ഓൺലൈനിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിക്ചേഴ്സ് അയക്കുന്നതാണല്ലോ ട്രെൻഡ്. അന്നൊക്കെ പറഞ്ഞാൽ കൂട്ടുകാരെല്ലാം കൂടെ കൂടിപ്പോയി പൂക്കളെല്ലാം പറിക്കുക, പൂക്കളം ഇടുക, സദ്യ ഉണ്ടാക്കുക, ഉപ്പേരി വറക്കുക, അല്ലെങ്കിൽ വള്ളംകളികൾ TV-കളിൽ കാണുക. വിഷുവിനാണെങ്കിൽ പോലും അതെ, വിഷുവിന് നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മെസ്സേജസ് ഫോർവേഡ് ചെയ്യും. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൈനീട്ടം കിട്ടുക, അല്ലെങ്കിൽ കൂട്ടുകാരൊത്ത് എവിടെയെങ്കിലൊക്കെ പോകുക, അങ്ങനത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി മൊമെൻറ്റ്സ് ആണ് ഇപ്പോൾ എല്ലാം മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിക്കാലം സത്യം പറഞ്ഞാൽ ഭയങ്കര റിയൽ ആയിരുന്നു. മാത്രമല്ല ഒത്തിരി സിമ്പിളായിരുന്നു. അതുകൊണ്ടാണ് 90s കിഡ്സിന് ഓൺലൈൻ മീഡിയാസിൽ ഫേക്കായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം അവരെപ്പോഴും മിസ് ചെയ്തത് അവരുടെ പണ്ടത്തെ ആ ഒരു ലൈഫ് തന്നെയായിരിക്കും. പിന്നെയായിരുന്നു ഇൻ്റർനെറ്റിൻ്റെ ഒരു വരവ്. ഓർക്കൂട്ടായിരുന്നു നമ്മുടെ എല്ലാം. ഓർക്കുന്നുണ്ടോ നിങ്ങൾ വോളിൽ കയറി സ്ക്രാപ്പ് വെച്ചുകൊണ്ടിരുന്നത്? ഗുഡ് മോർണിംഗ് ഡാ, അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് എവർ, അല്ലെങ്കിൽ വെരി കെയറിങ്, വെരി ലവ്, അങ്ങനെ എത്ര സ്ക്രാപ്പുകളാണ് നമ്മളെല്ലാവരും അയച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ തന്നെ ഒരു ബിൽഡ് ചെയ്ത ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു ഓൺലൈൻ മീഡിയയ്ക്കകത്ത്. അതിനുശേഷമാണ് ആരുടെ വരവ്? ഫേസ്ബുക്ക് വന്നപ്പോൾ ആണെങ്കിൽ പോലും നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഫേസ്ബുക്കിലൂടെയായിരുന്നു. ഫേസ്ബുക്കിൽ ഇടുന്ന ഓരോ സ്റ്റാറ്റസ് സൂപ്പറായിട്ട് നമ്മൾ വർണ്ണിച്ചങ്ങ് ഇടുമായിരുന്നു. അതായത് ഇന്ന് നമ്മൾ ഫീലിംഗ് ലോൺലി, അല്ലെങ്കിൽ ഐ ആം ട്രാവലിംഗ് ടു കൊച്ചി വിത്ത് ദിസ് അതല്ലെങ്കിൽ പോലും ഏതെങ്കിലും പഴയ പാട്ട് AR റഹ്മാൻ്റെയോ അല്ലെങ്കിൽ പണ്ടത്തെ പാട്ടൊക്കെ കേട്ടോണ്ടിരുന്നിട്ട് ഫീലിംഗ് ഹാർട്ട് ബ്രോക്കൺ, ഫീലിംഗ് എക്സൈറ്റഡ്, റിസൾട്ട് വരുവാണെങ്കിൽ ഫീലിംഗ് സാഡ്, ഫീലിംഗ് ആംഗ്രി, സ്കേർഡ്, ഇങ്ങനത്തെ ഓരോരോ ഇമോഷൻസ് നമ്മൾ സ്റ്റാറ്റസ് വഴി എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിനെല്ലാം ഉപരി നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്നായിരുന്നു? ഇന്ന് ഏത് പ്രൊഫൈൽ
പിക്ചർ ആയിരിക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്നാ ഞാൻ പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യേണ്ടത്? ചിലവർ ഡേറ്റ് വരെ കുറിച്ച് വെച്ചായിരുന്നു പ്രൊഫൈൽ പിക്ചർ എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് ചെയ്യാം, ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാം. അങ്ങനെ എത്രയെത്ര മനോഹരമായ നിമിഷങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയായിരുന്നു നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഉണ്ടായിരുന്ന മെയിൻ സാധനമാണ് കോളർ ട്യൂൺ ജനറേഷൻ. ഇപ്പോൾ BSNL ആയിക്കോട്ടെ, എയർടെൽ ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ ബെല്ലിന് പകരം ഉണ്ടല്ലോ ഏതെങ്കിലും പുതിയതായിട്ട് റിലീസ് ചെയ്ത പടത്തിൻ്റെ പാട്ടോ ആണ് കേട്ടോണ്ടിരിക്കുന്നതെങ്കിൽ എൻ്റെ മോനെ അവൻ പിന്നെ ഹീറോ ആയിരിക്കും. കാരണം അവനെ പിന്നെ നമ്മളിങ്ങോട്ട് പുകഴ്ത്തും, അങ്ങോട്ട് അത്രയ്ക്ക് ഡിമാൻഡായിരുന്നു ആ സമയത്ത് നമ്മൾ പുതിയതായിട്ട് റിലീസ് ചെയ്തൊരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അതോ അങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ വിളിച്ചിട്ട് പറയും, നീ എടുക്കരുത്, ഇത് ഞാൻ ജസ്റ്റ് പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം വിളിക്കുന്നതെന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഒരു സുപ്രഭാതത്തിൽ എങ്ങോട്ട് പോയി എന്ന് ആർക്കും ഒരു പിടുത്തമില്ലാത്ത അവസ്ഥയായിപ്പോയി. നമ്മൾ മുങ്ങിയോ അതോ നമ്മൾ ഒളിച്ചിരിക്കുവാണോ, നമ്മൾ എവിടെയാ ആവോ ആർക്കും അറിയത്തില്ല. ആ ഒരു അവസ്ഥയാണ്. എന്നാൽ എന്താണ് അതിന് കാരണം? പയ്യെ നമ്മൾ വലിയൊരു തിരിച്ചറിവിലോട്ട് വന്നു. അതായത് സോഷ്യൽ മീഡിയ ഭയങ്കര യൂസ്ലെസ് ആണ്. കാരണം എന്താ, ഈ ലൈക്സും കമൻറ്റും ഒന്നും നമ്മളെ ബാധിക്കത്തില്ല, നമ്മുടെ ഫോളോവേഴ്സ് ആരും നമ്മളുടെ ഒരു ബില്ല് പോലും അടയ്ക്കത്തില്ല. അങ്ങനെ പല പല തിരിച്ചറിവുകൾ നമുക്ക് വന്നപ്പോഴത്തേനും നമ്മൾ തന്നെ ആരോടും പറയാതെ അങ്ങ് ഒരൊറ്റ ഇതും കാണിക്കാതെ അങ്ങ് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. കാരണം എന്താ, ഈ ഓൺലൈൻ മീഡിയയിൽ നമ്മൾ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്, അതായത് നമ്മുടെ പ്രൈവറ്റ് ലൈഫ് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കാണിച്ചിട്ട് നമുക്ക് ഒന്നും കിട്ടുന്നില്ല, അതായത് ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് 90s കിഡ്സ് പയ്യെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രയോറിറ്റി ഭയങ്കര ഡിഫറെൻ്റ് ആയി തുടങ്ങി. കാരണം എന്താണ്, നമ്മൾ വളർന്നു വന്നപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടി, നമ്മുടെ കരിയർ ബിൽഡ് ചെയ്തെടുക്കണം, നമ്മൾ സ്റ്റേബിൾ ആവണം, നമ്മുടെ വീട് നോക്കണം, പേരൻസിനെ നോക്കണം, പിള്ളേരെ നോക്കണം, അങ്ങനെ 100 കൂട്ടം റെസ്പോൺസിബിലിറ്റീസ് വന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചെറിയ ചെറിയ ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ ഓൺലൈൻ മീഡിയയുടെ സ്റ്റോറീസ് ആയിട്ട് ഇടുന്നതിലൊന്നും നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ എല്ലാം പുറകെ ഇങ്ങനെ നടന്നിട്ട് ലാസ്റ്റ് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേനും ആൾക്കാരിപ്പോൾ പയ്യെ അതിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കിട്ടാൻ വേണ്ടി ഇപ്പോൾ നടക്കും. അതായത് നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ ചെറിയ ചെറിയ മൊമെൻറ്റിലുണ്ടാകുന്ന ഹാപ്പിനെസ് നമ്മൾ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. വീട്ടിൽ നിന്നാണേലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിൽ നിന്നാണെങ്കിൽ പോലും ഒരു നല്ല വാക്ക്, അതായത് നിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രൗഡാണ്, അല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യമൊക്കെ നല്ലതാണെന്നൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു ലൈഫായിട്ടാണ് ഇപ്പം 90s കിഡ്സിൻ്റെ ലൈഫ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ശരിക്കും ഹാപ്പിനെസ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഒരു ചായക്കടയിൽ പോയിട്ട് ഒരു ബെഞ്ചിനകത്ത് 2 കൂട്ടുകാരും കൂടെ കൂടിയിരുന്ന് ഒരു ചായയോ ഒരു പാത്രത്തിനകത്ത് പഴംപൊരിയൊക്കെ വെച്ചങ്ങ് കഴിച്ച് ജീവിതത്തെ പറ്റിയുള്ളൊരു വർത്തമാനവും നാട്ടുകാരുടെ 2 കുറ്റവും കുറവും ഒക്കെ അങ്ങിരുന്ന് പറയുന്നതിൻ്റെ അത്രയും ഹാപ്പിനെസ് അയ്യോ ഒരിടത്തുനിന്നും നമ്മളിപ്പോൾ എന്തൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് 1000 ലൈക്ക് കിട്ടുന്നോ അതിനേക്കാളൊക്കെ ഇരട്ടി മധുരമായിരിക്കും ആ ചെയ്യുന്ന കാര്യത്തിനുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ. നമ്മൾ മച്ചുവറായതോ അതിനേക്കാൾ ഫാസ്റ്റായിരുന്നു. അതായത് ഫേക്ക് ലവ് സ്റ്റോറീസ് ഉണ്ടാക്കാനൊന്നും ആർക്കും ഇപ്പോൾ താല്പര്യമില്ല. മാത്രമല്ല നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഓൺലൈനിൽ കൂടെ എല്ലാം പോസ്റ്റ് ചെയ്തുള്ള സന്തോഷം കണ്ടെത്താനൊന്നും 90s കിഡ്സിനൊന്നും താല്പര്യമില്ല. നമുക്കങ്ങനെ നാട്ടുകാരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രഹസന പരിപാടികളോടൊന്നും ഒട്ടും താല്പര്യമില്ല. നമുക്ക് കൂടുതലും എന്താണ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ചെയ്യുന്നത് കൂടുതലും നമ്മുടെ വീട്ടുകാർക്ക് സന്തോഷം ഉണ്ടാക്കുക, ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുക, അവർക്ക് ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും 90s കിഡ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സമാധാനമായിരുന്നു നമുക്ക് വേണ്ടത് ഈ പോപ്പുലാരിറ്റിയേക്കാളൊക്കെ കൂടുതൽ. എന്നാൽ ഉണ്ടല്ലോ നമുക്കിതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ചില നേരത്ത് നല്ല ഫ്രസ്ട്രേഷൻ വരും. കാരണം സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവൻ 2K കിഡ്സ് ആണ് ഇപ്പോൾ. എന്നാൽ ഈ 2K കിഡ്സ് എന്താണ് കാണിക്കുന്നത്, സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഫുൾ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുക. അതിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ വഴികളിലെല്ലാം കിടന്ന് ഡാൻസ് കളിക്കുക, ലിപ്സിങ് വീഡിയോസ് എടുക്കുക, അല്ലെങ്കിൽ വേറൊരാൾ ചെയ്യുന്നത് ഇമിറ്റേറ്റ് ചെയ്യുക, എല്ലാം പോട്ടെ ട്രെൻഡുകൾക്കൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമാണോ, പാവപ്പെട്ട വീട്ടിൽ തന്നെ ഒത്തിരി കുട്ടികൾ പോലും എന്താണ് EMI ഒക്കെ എടുത്ത് കഷ്ടപ്പെട്ട് മുടക്കി ഐഫോണുകൾ മേടിക്കുക, കൊക്കിലൊതുക്കാൻ പറ്റാത്തടത്തോളം വലിയ ബൈക്കുകൾ മേടിക്കുക. ഇതിനെല്ലാം ഉപരി അവരെക്കാൾ മുഴുപ്പിലുള്ള വലിയ വലിയ ബ്രാൻഡുകളെല്ലാം ധരിക്കുക. ഇങ്ങനത്തെ ആ ഒരു ഓട്ടത്തിലാണ് 2K കിഡ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 90s കിഡ്സോ ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഒന്നും അറിയാത്ത പോലെ എല്ലാം കേട്ട് ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ഒരു ചിരിയൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തലകുലുക്കിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്, നമുക്കറിയാം ഇതൊക്കെ ടെമ്പററി ആണ്. 90s കിഡ്സ് മനസ്സിലാക്കിയ മറ്റൊരു സത്യം എന്താണെന്ന് അറിയോ, അതായത് ശരിക്കും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഷോ ഓഫ് കാണിക്കത്തില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മാർക്ക് സക്കർബർഗ്, അതായത് നമ്മുടെ ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്ത ആൾ.
പുള്ളി ഡെയിലി ധരിക്കുന്ന ഡ്രസ്സിനകത്ത് ഒരു ലോഗോ പോലും കാണത്തില്ല. സിമ്പിളായിട്ടുള്ളൊരു പ്ലെയിൻ ടീഷർട്ട് ആയിരിക്കും എന്നും ധരിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താ? പുള്ളിക്ക് ആവശ്യമില്ല. അതായത് ലൂയി വിട്ടനോ അല്ലെങ്കിൽ വലിയ വലിയ ബാലൻസിയാഗ അല്ലെങ്കിൽ വലിയ ബ്രാൻഡുകളൊന്നും ധരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം സിമ്പിളായിട്ട് അങ്ങനെ നടക്കുന്നതാണ് ഏറ്റവും വലിയ നല്ല അന്തസ്സായിട്ടുള്ള നടപ്പ്. ഇന്ന് കാണുന്നതിൽ ഏറ്റവും കൂടുതലുണ്ടല്ലോ, മനുഷ്യന്മാരൊക്കെ കൂടുതൽ ഒച്ചത്തിൽ അലറി വിളിക്കുന്നത് ഓരോരോ ബ്രാൻഡുകളുടെ ലോഗോസ് തന്നെയാണ്. കാരണം എന്താ? മനുഷ്യർക്കുണ്ടാകുന്ന ഡെസ്പിറേഷൻ എന്താണ്? അതൊരു ലക്ഷറി ആയിട്ട് അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന ബ്രാൻഡ് വേണം, അല്ലെങ്കിൽ നമ്മളെയൊക്കെ എന്താ വലിയ വലിപ്പത്തിൽ ഇങ്ങനെ നമ്മുടെ ഡ്രസ്സിൽ ബ്രാൻഡുകളുടെ പേര് വലിപ്പത്തിൽ നിൽക്കുക, അങ്ങനത്തെയൊക്കെ ഓരോരോ പിടിവാശികളായിട്ടാണ് ഇന്നത്തെ 2K കിഡ്സ് എല്ലാം ഇത് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് എന്താണ്, 90s ആൾക്കാർ ഇതെല്ലാം കേട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കും, അല്ലേ ജസ്റ്റ് ഇതുപോലെ തന്നെ എന്താ ഒന്ന് ചിരിച്ചു കൊടുക്കും. കാരണം എന്താണ്? ഇതിൻ്റെ പുറകെയൊക്കെ പായുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഇനിയാണ് കുറച്ച് റിയാലിറ്റിയിലോട്ട് വരേണ്ടത്. അതായത് 90s കിഡ്സ് പണ്ടേ മെച്യൂർ ആയതാണ്. അതിൽ ഫസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ളവരിൽ മിക്കവരും തന്നെ പുറത്തൊക്കെ പോയി പഠിച്ച് വിദേശങ്ങളിൽ പോയി അവരുടെ കുടുംബത്തെയൊക്കെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ ജോലി നേടി അവർ മെയിനായിട്ട് കരിയർ സ്റ്റെബിലൈസ് ചെയ്യുക, ഫാമിലി പ്രൊട്ടക്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, നമ്മുടെ ലൈഫ് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ചിലവഴിച്ചും പോസ്റ്റ് ചെയ്തും ഇമിറ്റേറ്റ് ചെയ്തും ഒന്നും വേസ്റ്റ് ചെയ്ത് ഒരിക്കലും കളഞ്ഞിട്ടില്ല. നമ്മുടെ സന്തോഷമൊക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞ് ഇപ്പം സൈലൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ എല്ലാവരും ഇപ്പം മിണ്ടാതെ അങ്ങ് ഇരിക്കുവാണ്. അതായത് ഒന്നെങ്കിൽ നമ്മൾ എന്താണ്, നമ്മുടെ പിള്ളേരൊക്കെ വളർന്നു വരുന്ന അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വീട്ടുകാരിങ്ങനെ ഇപ്പം റിലാക്സ് ഒക്കെ ചെയ്യുന്നത് ആസ്വദിച്ച് നമ്മളിങ്ങനെ ഇരിക്കും. എല്ലാം പോരാത്തതിന് പഴയ മമ്മൂട്ടി മോഹൻലാൽ പടങ്ങളൊക്കെ ഇരുന്ന് കാണുക, പഴയ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ പഴയ ഓർമ്മകളായ വർത്താണ് കൂടുതൽ 90s കിഡ്സും ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നിപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, 90s കിഡ്സ് എങ്ങോട്ടും പോയിട്ടില്ല. എന്നാൽ 90s കിഡ്സോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫാണ് സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നത്. കാരണം അവർക്ക് റിയാലിറ്റി എന്താണെന്നറിയാം. അതായത് കുറച്ചുകൂടെ ഒതുങ്ങിക്കൂടി സമാധാനപരമായിട്ട് സന്തോഷിച്ച് ജീവിക്കാനാണ് 90s കിഡ്സ് ആഗ്രഹിക്കുന്നത്. അവരെന്താണ് ഇങ്ങനെ വഴി കിടന്ന് ഡാൻസ് കളിക്കാനോ റീൽസ് എടുക്കാനോ അല്ലെങ്കിൽ കിടന്ന് ഒച്ചത്തിൽ അലറാനോ ഈ വലിയ ലോഗോ ഇങ്ങനെ ദേഹത്തിട്ടുകൊണ്ട് നടക്കുമ്പോഴൊക്കെ എല്ലാവരും പറയും, ഓ അപ്പാപ്പൻ ഫ്രീക്കനായി തുടങ്ങി. അങ്ങനെയുള്ള വെറുതെ ഓരോരോ പിള്ളേരുടെ കളിയാക്കലുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങ് ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു 90s കിഡാണോ? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണേലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഞായറാഴ്ചയും ആ ഐസ് മുട്ടായിയും ചായക്കടയും പരിപ്പുവടയും ഒത്തിരി പറഞ്ഞു തീരാൻ കഴിയില്ലാത്തത്രയും കാര്യങ്ങളും നമ്മൾക്കുണ്ടായിരുന്ന ഓർമ്മകളും അതെല്ലാം എന്താണ് 90s കിഡ്സിൻ്റെ മാത്രം സ്വന്തമായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഒരു ഓർമ്മ വന്നില്ലേ, ഒരു നൊസ്റ്റാൾജിയ? നിങ്ങൾ ആ ലൈഫ് ശരിക്കും മിസ് ചെയ്യുന്നില്ലേ? കുറച്ചും കൂടെ ആഴത്തിലിറങ്ങി ചിന്തിച്ച് നോക്ക്. നമുക്കായിരുന്നു ഏറ്റവും നല്ല ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നത്. അതായത് കേരളത്തിൽ ജീവിച്ച 90s കിഡ്സിനായിരുന്നു ഏറ്റവും ബെസ്റ്റ് ചെറുപ്പകാലം ഉണ്ടായിരുന്നത്. അതെനിക്ക് 100% ഉറപ്പായിട്ടും പറയാൻ പറ്റും. എനിക്ക് ഉറപ്പാണ് ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഉറപ്പായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. കുറച്ചുകൂടെ ആഴത്തിലിറങ്ങി ചിന്തിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് പറയാൻ പറ്റും കേരളത്തിലെ 90s കിഡ്സ് തന്നെയാണ് ലൈഫ് ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആയിട്ട് എൻജോയ് ചെയ്തത് 90s കിഡ്സ് തന്നെയാണ്. അവർ സോഷ്യൽ മീഡിയയിൽ ഇൻവിസിബിൾ ആണെങ്കിൽ പോലും ഉണ്ടല്ലോ, അവരുടെ ലൈഫ് അവർ കൂടുതൽ ഹാപ്പിയും ബ്യൂട്ടിഫുള്ളുമായിട്ട് നല്ലപോലെ എൻജോയ് ചെയ്താണ് അവർ ജീവിക്കുന്നത്. കുറച്ച് സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ പഴയ ലൈഫ് അവർ മിസ് ചെയ്തിട്ട് ആ ഓർമ്മകൾ മാത്രം ഇങ്ങനെ ഓർത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പം 90s കിഡ്സിൻ്റെ ഇടയിൽ. അപ്പോൾ ഗൈസ്, നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താണ് നിങ്ങളുടെ ആ ഒരു ചൈൽഡ്ഹുഡ് മിസ് ചെയ്യുന്നത്? അതായത് ക്രിക്കറ്റ് കളിയാണോ, ഐസ് ക്യാൻഡി ആണോ, അതോ കോളർ ട്യൂൺ ആണോ, അതോ ഇതിനെല്ലാം ഉപരിയായിട്ടുണ്ടല്ലോ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന കുറേ സമയം ഉണ്ടായിരുന്നു. ഈ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഹുക്കായിട്ടിരിക്കാത്ത നമുക്ക് കുറേ ഫ്രീ ടൈം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക ഗൈസ്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.